ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫെങ്ഷുയ് ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആനുവൽ അപ്ഡേഷൻ ഫെങ്ഷുയിലുള്ളത്. ഇത് കുറേ പേർക്ക് ഒത്തിരി സംശയങ്ങളുള്ള ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ വർഷവും ഫെങ്ഷുയ് ചെയ്ത കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും, നിങ്ങളിത് ക്ഷമയോട് കൂടിയിട്ട് ഇരുന്ന് കാണുക. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് ഫെങ്ഷുയിൽ. കാരണം നമ്മുടെ ആ ഒരു ഗിവൺ സ്പേസിലേക്ക്, നമ്മുടെ വീട് അല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന 9 സ്റ്റാറുകളുണ്ട്. ഈ സ്റ്റാറുകളുടെ ഒക്കെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. ചിലത് നമുക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരും, ചിലത് നമുക്ക് വളരെ ചലഞ്ചസ് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്. നല്ലതിനെ എങ്ങനെ ബെറ്റർ ആക്കി മാറ്റാം, ചലഞ്ച് ആയിട്ടുള്ള സ്റ്റാർസിനെ എങ്ങനെ നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാം, ഈ വക കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപടി തന്നെ നമ്മുടെ സോഡിയാക് സൈൻ അടിച്ചിട്ട് ഫെങ്ഷുയിലെ 12 സോഡിയാക് സൈൻ അനുസരിച്ചിട്ട് ഒരു വർഷം ആ സോഡിയാക്കിന് എത്രത്തോളം സപ്പോർട്ട് നിലവിലെ സോഡിയാക് സൈനിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് അത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇതും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കാണാം. നിങ്ങളുടെ സോഡിയാക് സൈൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സോഡിയാക് സൈൻസ് കണ്ടെത്താൻ പറ്റും. അറിയുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ ഏതാണ് നിങ്ങളുടെ സോഡിയാക് സൈൻ എന്ന് പറഞ്ഞിരുന്നായിരിക്കും. പ്ലസ് എന്തൊക്കെയാണ് ഇതിന്റെ റെമഡീസ് എന്നുള്ളത്. ബേസിക്കലി നമ്മൾ ആനുവൽ അപ്ഡേഷൻസിന്റെ റെമഡീസ് ചെയ്യുന്നത് പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ്, ഫെങ്ഷുയ് പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഒരു ഫെങ്ഷുയ് കൺസൾട്ടേഷൻ സമയത്ത് ഒരു ബേസിക് ഫെങ്ഷുയ് ആണെങ്കിലും അല്ലെങ്കിൽ പീരിയോഡിക്കൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയ് ആണെങ്കിലും അതിന്റെ റെമഡീസ് എല്ലാം തന്നെ കൂടുതലും പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ആ ഒരു 5 എലമെന്റ് ആ ഒരു തിയറി വെച്ചിട്ടുള്ള എലമെന്റ് ബേസ്ഡ് ആണെങ്കിൽ, ഇവിടെ നമ്മൾ വെക്കുന്നതെല്ലാം തന്നെ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിരിക്കും. ശരിക്കും പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഫെങ്ഷുയ് ചെയ്ത വീട്ടിൽ ഒരു സെറ്റ് പ്രോഡക്റ്റുകൾ ശരിക്കും മാനുവൽ അപ്ഡേഷനും കൂടെ ഉള്ളത് വളരെയധികം നല്ലതായിരിക്കും. ശരിക്കും അങ്ങനെയും കൂടെ ഇത് അവൈലബിൾ ആവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട്, ഈ വർഷം എന്ന് പറയുന്നത് ശരിക്കും സ്നേക്ക് ഇയർ ആണ്. അപ്പോൾ സ്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സെൽഫ് ഡിസ്കവറിങ്ങിന്റെയും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷന്റെ ഒക്കെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഒരുപാട് ആളുകളെങ്കിലും ഒരു സെർട്ടൺ പീരീഡിൽ ചെന്ന് ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ലൈഫിൽ. ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ നിന്നുള്ള ഒരു നല്ല ഒരു ട്രാൻസ്ഫർമേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ശരിക്കും 2025 എന്നുള്ളത്. ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ വരാൻ പോകുന്ന വർഷങ്ങളിലുള്ള ബെറ്റർ റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഇയർ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ജനുവരി 1 അല്ല. നമ്മളെ സംബന്ധിച്ച് ഫെങ്ഷുയില് ആനുവൽ ഇയർ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഓരോ വർഷവും വ്യത്യസ്ത ഡേറ്റുകളിലായിരിക്കും. അത് ലൂണാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ വർഷം അത് വരുന്നത് ജനുവരി 29-ാം തീയതിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഫെങ്ഷുയ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ജനുവരി 29-നെ ഒരു വെൽക്കം ചെയ്തിട്ട് തന്നെ നമ്മുടെ വീടൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യുക, എല്ലാ വിൻഡോസും ഡോർസ് ഒക്കെ ഓപ്പൺ ആക്കി വളരെ ഒരു നല്ല ബ്രൈറ്റ് എനർജി കൊണ്ടുവന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത്, നിലവിൽ ഫെങ്ഷുയ് ചെയ്തേക്കുന്ന വീടുകളാണെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് ക്ലൻസ് ചെയ്ത് റീ എംപവർ ചെയ്ത് വെക്കുക എന്നൊക്കെ പറയാം ശരിക്കും. പിന്നെ നല്ല രീതിയിലുള്ള എനർജി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ഓംബെൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, സിംഗിങ് ബൗൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നല്ലപോലെ വീടിനകത്ത് കുന്തിരിക്കം അല്ലെങ്കിൽ അഷ്ടഗന്ധം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുകച്ച് നല്ല ഭംഗിയായി കർട്ടൻസും ഷീറ്റുകളും ഒക്കെ ഒന്ന് മാറ്റി ഒരു പുതു മത്സരത്തിനെ നമുക്ക് വെൽക്കം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നുകൂടി ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഈ വർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയകളെ നമുക്ക് ആദ്യം തന്നെ ഈ വീഡിയോയിലൂടെ പറയാം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സെന്റർ ഓഫ് ദ ഹോം ഈ വർഷം നമുക്ക് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർ 2 ആണ്. അപ്പൊ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഇൽനെസ് ട്രേറ്റ് ഉള്ള ഒരു സ്റ്റാർ ആണ് സ്റ്റാർ 2 എന്ന് പറയുന്നത്. അതായത് അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ കൊണ്ടുവരിക, എപ്പോഴും ചെറിയ അസുഖങ്ങൾ, വലിയ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കൂടി ചെറിയ അസുഖങ്ങൾ, നമ്മളെ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്ന അസുഖങ്ങൾ, ഹോസ്പിറ്റലൈസേഷൻ, പ്രഗ്നന്റ് വുമൻ ഉണ്ടെങ്കിൽ അതിനകത്ത് മിസ്കാരേജിന്റെ പോസിബിലിറ്റീസ്, അതേപടി തന്നെ ഒരു ഫീമെയിൽ ഡോമിനേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു വർഷം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതില് ഈ സ്റ്റാർ 2-ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനോടൊപ്പം തന്നെ ഭൂമി മേടിക്കാനുള്ള ലാഭം അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വരുമാനം ഉണ്ടാവുക. ഇപ്പൊ പ്രോപ്പർട്ടി വിൽക്കാനുള്ള ആളുകളാണെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയും കൂടെ നമുക്ക് ഈ സ്റ്റാർ 2 കൊണ്ടുവരുന്നുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ആയതുകൊണ്ട് തന്നെ ഇത് ജനറലി ആ വീട്ടിലെ എല്ലാവർക്കും ഒരേപോലെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ വർഷം ആളുകളുടെ ഒരു ഹെൽത്തിലൊക്കെ കുറച്ച് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ നല്ല പോലെ ഒന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇമ്പാക്ട് കുറയ്ക്കുന്നതിനായിട്ട് ഒന്നുകിൽ വീടിന്റെ സെന്ററിൽ നമ്മളൊരു 6 റോഡ് വിൻഡ് ചൈം ഹാങ് ചെയ്യണം, നല്ലതായിരിക്കും.
ഇങ്ങനെയാണ് വിൻചെയിംസ് നമുക്ക് കിട്ടുക. മെറ്റൽ വിൻചെയിംസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യണത്. അത് ഇതിന്റെ അകത്ത ഭാഗം മെറ്റൽ തന്നെയാണ്. മെറ്റൽ ടു മെറ്റൽ വിൻചെയിം എന്ന് പറയാ. ഒരു ചെറിയ മൂവ്മെന്റ് വന്നാൽ കൂടിയും നമുക്ക് അതിന് ചെറിയൊരു ശബ്ദം, മെറ്റലിന്റെ ഒരു ശബ്ദം ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർ 2ന്റെ ഒരു ഇമ്പാക്റ്റിനെ കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതേപടി തന്നെ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇൻ കേസ് ഭൂരിഭാഗം വീടുകളുടെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റോ അതല്ലെങ്കിൽ ഫാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് വുലു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ടും പുതിയതായിട്ട് അസുഖങ്ങൾ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് വുലു യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വുലുവിന്റെ മുകൾ ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇത് മെറ്റൽ വുലു ആണ്, ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ ഈ വുലുവില് നമ്മുടെ വീടിന്റെ കോർട്ട്യാർഡിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ വീടിന്റെ സെന്റർ പോർഷനിൽ വെക്കിയ വഴിയും നമുക്ക് ഈ സ്റ്റാർ 2ന്റെ ഇമ്പാക്റ്റിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഈ വുലു നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വുലുവിന്റെ പിക്ചർ വെച്ചാലും മതി. വുലുവിന്റെ പിക്ചറൊക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടും. ഒരു വുലുവിന്റെ പിക്ചർ എടുത്തിട്ട് അത് നമുക്ക് നമ്മുടെ ലിവിംഗ് റൂമിൽ സെൻട്രലായിട്ട് വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് വീടിന്റെ നോർത്ത് ഈസ്റ്റ് സെക്ടറാണ്. വീടിന്റെയും ഓഫീസിന്റെ ഒക്കെ നോർത്ത് ഈസ്റ്റ് സെക്ടറാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് സെക്ടറിലാണ് സ്റ്റാർ 5 വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാർ 5 എന്ന് പറഞ്ഞാൽ ശരിക്കും ആനുവൽ ഫ്ലൈയിങ് സ്റ്റാറിൽ അല്ലെങ്കിൽ ആനുവൽ സ്റ്റാർ അപ്ഡേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സ്റ്റാർ ആണ് 5 എന്ന് പറയുന്നത്. വലിയ അസുഖങ്ങൾ, ഡിസാസ്റ്ററുകൾ, അപകടങ്ങൾ, പ്രത്യേകിച്ച് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേപടി തന്നെ സിവിയർ ആയിട്ടുള്ള വെൽത്ത് ലോസുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ ശരിക്കും ഈ സ്റ്റാർ 5 നമുക്കുണ്ട്. അത് ജനറലി അതിനൊരു വലിയൊരു ഡിസാസ്റ്റർ സ്റ്റാർ ആയിട്ടാണ് സ്റ്റാർ 5നെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റാർ 5 നോർത്ത് ഈസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ എൻട്രൻസ് നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. കാരണം അവർക്കായിരിക്കും അത് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ഇമ്പാക്റ്റ് വന്ന് കയറുക. അതേപടി നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം ബെഡ്റൂമിൽ കുറച്ചധികം സമയം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അതേപടി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആനിമൽ സോഡിയാക് സൈൻ ടൈഗർ അഥവാ ഓക്സ് ഇവ ഉള്ള ആളുകൾ, കാരണം ഇവരുടെ ലൊക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ള വീടുകളും ശരിക്കും നോർത്ത് ഈസ്റ്റ് നല്ലപോലെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. സെയിം തന്നെ നമുക്ക് റെമഡി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു 6 റോഡ് വിൻചെയിൻ നമുക്ക് ചെയ്യാൻ പറ്റും. അസുഖങ്ങൾ ഒഴിവാക്കാനായിട്ട് നേരത്തെ കാണിച്ച പോലെ വുലു ചെയ്യാൻ പറ്റും. അതല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ, അതിന്റെ സിംറ്റംസ് നിങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്നത്. ഈ 5 എലമെന്റ് പഗോഡ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുകൾ ഭാഗം, ഈ ഒരു മുകളിലെ കണ്ടെയ്നർ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഇതിന്റെ മുകളിൽ 2 കോയിൻസ്, നമ്മുടെ ചൈനീസ് വെൽത്ത് കോയിൻസിന്റെ 2 സെറ്റ് കോയിൻ എടുത്തിട്ട് അതിന്റെ ചരട് കട്ട് ചെയ്യുക. ചരട് കട്ട് ചെയ്യുമ്പോൾ അത് 6 കോയിനായിട്ട് മാറും. ആ കോയിനിലെ 4 സിമ്പലുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ 6 കോയിൻസ് ഈ മുകളിലെ ഭാഗത്ത് നിറച്ച് ഇത് നമ്മളിങ്ങനെ പതുക്കെ ലോക്ക് ചെയ്യാം. അതേപടി തന്നെ ഇതിന്റെ ഏറ്റവും താഴത്തെ ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ഈ താഴത്തെ ഭാഗം ഓപ്പൺ ആക്കിയിട്ട് വീടിന്റെ നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ നിന്നും കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റിലായിട്ട് വെക്കാം. അപ്പൊ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം യൂസ് ചെയ്യുന്ന ആളുകൾ, നോർത്ത് ഈസ്റ്റ് എൻട്രൻസ് ഉള്ള ആളുകൾ, നിങ്ങളുടെ വീട്ടിൽ സോഡിയാക് സൈൻ, ഓക്സ്, ടൈഗർ ഇവ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു 5 എലമെന്റ് പഗോഡ ചെയ്യണം വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നെ ഈ ഫംഗ്ഷനിലേക്ക് ആകർഷിച്ച ഒരു സംഭവം തന്നെ ശരിക്കും പറയുക ആനുവൽ അപ്ഡേഷൻ ആയിരുന്നു. കാരണം ഒരു വർഷത്തിൽ പെട്ടെന്ന് നമ്മൾ എല്ലാവരും തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ വർഷം 5 എല്ലാം ഉണ്ടായിരുന്നത് ഈസ്റ്റിലേക്ക് ആയിരുന്നു. എൻ്റെ വീട് അന്ന് ഈസ്റ്റ് ഫേസിങ് ആയിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയെടുത്തപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ഉണ്ട് ഈ ശരിക്കും ഫംഗ്ഷയ്ക്കും അല്ലെങ്കിൽ ആനുവൽ സ്റ്റാറിന്. കാരണം ആനുവൽ സ്റ്റാറിന്റെ ഒരു ഇമ്പാക്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നല്ല റിസൾട്ട്സ് കണ്ടു തുടങ്ങാൻ പറ്റും. പെട്ടെന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വന്ന് കാണാൻ പറ്റും. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ സോഡിയാക് സൈനിൽ ഏറ്റവും നല്ല സ്റ്റാർ വന്നിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ എൻട്രൻസിൽ ഈ വർഷമാണെങ്കിൽ സൗത്തിലൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാറുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് അപകടങ്ങൾ വരിക, പെട്ടെന്ന് വെൽത്ത് ലോസ് വരിക, ജോലി നഷ്ടങ്ങൾ വരിക, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരിക, തർക്കങ്ങൾ വരിക, വീട്ടിൽ വലിയ ഫൈറ്റുകൾ വരിക, അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും അഫ്ലിക്റ്റഡ് സ്റ്റാറുകൾ വന്ന് കയറുന്നതിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ചെയ്യും. അപ്പൊ നല്ലപോലെ നമുക്കത് ഒന്ന് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് സെക്ടർ ആണ്. അപ്പൊ സൗത്ത് ഈസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി അത് ഈ വർഷം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാർ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ കൂടിയും അത് ടൈസോയുടെ ഒരു ഏരിയ ആണ്. അതായത് ഗ്രാൻഡ് ഡ്യൂക്കിന്റെ ഏരിയ. അതായത് ഈ 12 സോഡിയാക് സൈനുകളിൽ
ഈ വർഷത്തിന്റെ മോണിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ നായകനായിട്ടുള്ള സ്റ്റാർ സോഡിയാക്കിന്റെ, അതായത് നമ്മുടെ സ്നേഹിക്കിന്റെ സെക്ടറാണ് സൗത്ത് ഈസ്റ്റ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് നമ്മൾ ശ്രദ്ധ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതൊരു നെഗറ്റീവ് ഒരു അഫ്ലിക്ഷൻ ഒന്നുമല്ല, നമുക്ക് പേടിക്കേണ്ടായിട്ടൊന്നുമില്ല. അവിടെ വലിയ കാര്യമായിട്ടുള്ള ഡിഗ്ഗിങ്സ്, ഡെമോളിഷിങ്സ്, റീകൺസ്ട്രക്ഷൻസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധ കൊടുക്കുക ഈ വർഷം. സെയിം തന്നെ നോർത്ത് ഈസ്റ്റിലും നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടുള്ള ഡെമോളിഷിങ് അല്ലെങ്കിൽ കുഴിക്കലുകളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ശ്രദ്ധ കൊടുക്കുക. വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ ക്വൈറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഏരിയ നമ്മൾ കണക്കാക്കുന്നത് ബേസിക്കലി ഈസ്റ്റ് സെക്ടർ ഇറ്റ്സെൽഫ്. ഈസ്റ്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയാണ് ശരിക്കും ട്രീ കില്ലിങ്സ് എന്ന് പറഞ്ഞൊരു അഫ്ലിക്ഷൻ വരുന്നത്. അപ്പൊ ഇത് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാനും അതേപടി തന്നെ ലീഗൽ കേസുകളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീട്ടിലുള്ള ആളുകളും ഈ പറഞ്ഞ ഒരു ബ്രൈറ്റ് ലൈറ്റ് എപ്പോഴും ഒരു ദിവസത്തിൽ 3 hours എങ്കിലും ഇടുന്നതിനായിട്ട് ശ്രദ്ധ കൊടുക്കുക. അതുപോലെ റെഡ് കാർപ്പറ്റ് വിരിക്കാൻ നോക്കുക ഈസ്റ്റ് സെക്ടറിലായിട്ട് എൻട്രൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു 3 കില്ലിങ്സിന്റെ ഒരു ഇമ്പാക്റ്റിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇനി നമുക്ക് സ്റ്റാർ വൈസ് ആയിട്ട് പോവാം. സ്റ്റാർ വൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു, സ്റ്റാർ 2 നമ്മൾ അഡ്രസ് ചെയ്തു, സ്റ്റാർ 5 നമ്മൾ അഡ്രസ് ചെയ്തു. ഇനി ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാർ 3 ആണ്. സ്റ്റാർ 3 ബേസിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ തരത്തിലുള്ള ആർഗ്യുമെന്റ്സ്, ലീഗൽ ഡിസ്പ്യൂട്ട്സ്, റൂമേഴ്സ്, വലിയ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഒരു ആർഗ്യുമെന്റേറ്റീവ് സ്റ്റാർ ആയിട്ടാണ് ശരിക്കും സ്റ്റാർ 3 കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ സ്റ്റാർ 3 ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റിലാണ് ഈ പ്രാവശ്യം വരുന്നത്. സ്വാഭാവികമായിട്ടത് ഗ്രഹനാഥന്റെ ഏരിയയാണ്. അപ്പൊ ഗ്രഹനാഥന്മാർക്കൊക്കെ ഈ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്, ടെൻഷൻ, വലിയ രീതിയിലുള്ള ഇഷ്യൂസിൽ ചെന്ന് ചാടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാലും 3യുടെ ഇമ്പാക്ട് വലിയ കാര്യമായിട്ട് വരാൻ ചാൻസ് ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 3 എന്ന് പറയുന്നത് ഒരു വുഡ് എലമെന്റിന്റെ സ്റ്റാർ ആണ്. അത് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് മെറ്റൽ എനർജിയിലേക്ക് ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. എന്നിരുന്നാൽ കൂടിയും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും ക്ഷിതി ഹെർബാസ് ഫയർ ബോൾ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും സ്റ്റാർ 3യുടെ ഇമ്പാക്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ക്ഷിതി ഹെർബാസ് ഫയർ ബോൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് സെക്ടറിലോ അല്ലെങ്കിൽ വീടിന്റെ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് സെക്ടറിലോ വെക്കിയ വഴി നമുക്ക് ശരിക്കും ഈ സ്റ്റാർ 3യുടെ ഒരു ഇമ്പാക്റ്റിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപടി തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റാർ ആണ് സ്റ്റാർ 7. അപ്പൊ സ്റ്റാർ 7 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വയലന്റ് സ്റ്റാർ ആണ്. നമുക്ക് വലിയ തർക്കങ്ങൾ ഉണ്ടാക്കാം, നമ്മളെ പറ്റിക്കപ്പെടുക, ആളുകൾ നമ്മളെ വന്ന് പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിങ്ങിലൂടെ നമുക്ക് ധനനഷ്ടം വരിക, നമ്മൾ ആരെങ്കിലും പൈസ കൊടുക്കുക പിന്നെ തിരിച്ച് കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് സ്റ്റാർ 7 വരിക. അതുപോലെ ഹോസ്പിറ്റലൈസേഷനിൽ പറയുകയാണെങ്കിൽ സർജറി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവുക, ബ്ലീഡിങ്സ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ശരിക്കും സ്റ്റാർ 7ന്റെ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ സ്റ്റാർ 7 നമ്മളൊന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റാർ 7 വരുന്നത് നോർത്ത് സെക്ടറിലാണ്. അപ്പൊ റാറ്റ് ആനിമൽ സോഡിയാക്കുള്ള ആളുകളും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നോർത്ത് എൻട്രൻസ് ഉള്ള ആളുകൾ, നോർത്തിൽ ബെഡ്റൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഈ സ്റ്റാർ 7ന്റെ ഇമ്പാക്റ്റിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലൂ എലഫന്റ് ആൻഡ് റെനോസറസ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിലോ അല്ലെങ്കിൽ വീടിന്റെ നോർത്ത് സെക്ടറിലോ വെക്കിയ വഴി നമുക്ക് ഈ സ്റ്റാർ 7ന്റെ ഇമ്പാക്റ്റിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ സ്റ്റിൽ വാട്ടർ വെച്ചാലും മതി. ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു പോട്ടിലോ കുറച്ച് വെള്ളം നമ്മൾ നോർത്ത് സെക്ടറിലായിട്ട് വെക്കിയ വഴി നമുക്ക് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ച് കൊണ്ടുവരുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. വലിയ പ്രൊമോഷൻ, ഇൻക്രിമെന്റ് ഇതൊക്കെ വരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ശരിക്കും 2025 കാണാൻ പറ്റും. ഗ്രഹനാഥമാര്, അമ്മമാർക്കൊക്കെ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ളതായിരിക്കും. ഫീമെയിൽസിന് എസ്പെഷ്യലി വർഷം നല്ല രീതിയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് ജോലിയൊക്കെ പുതിയതൊക്കെ ശ്രമിക്കുന്ന പറ്റിയൊരു സമയമാണ്.